ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഫ്രൈ ആണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ഫ്രൈ ആണ്. അപ്പം നോൺ വെജൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വെജിറ്റബിൾ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വെജിറ്റബിൾ ഫ്രൈ തയ്യാറാക്കുന്നത് ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടാണ്. ക്യാപ്സിക്കം ഫ്രൈ ആണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് വെജിറ്റബിൾ ഫ്രൈ മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വെജിറ്റബിൾ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ക്യാപ്സിക്കമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. നമുക്കിനിയിപ്പോൾ ഈ ക്യാപ്സിക്കം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ കളയണം. നമുക്കത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സീഡ്സും ഈ കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് കളയാം. നമ്മുടെ ക്യാപ്സിക്കം തന്നെ 3 തരത്തിലുണ്ട്. ഞാനിപ്പം ഗ്രീൻ ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയും റെഡ് കളറിലും ഉള്ള ക്യാപ്സിക്കം ഉണ്ട്. ഒരുപാട് വൈറ്റമിൻസിൻ്റെ കണ്ടൻറ്റാണ് ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ എയും അതുപോലെ തന്നെ വൈറ്റമിൻ B6 ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ഈ ക്യാപ്സിക്കത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാപ്സിക്കം കഴിക്കുമ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് വളരെ നല്ലത്. കാരണം ഇതിൽ വൈറ്റമിൻ സിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധിക നേരം പാകം ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റമിൻ സി നഷ്ടപ്പെടും. അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇതാ 2 ക്യാപ്സിക്കവും ഞാൻ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. 2 ക്യാപ്സിക്കവും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ക്യാപ്സിക്കം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ക്യാപ്സിക്കം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. നമ്മുടെ ഈ വെള്ളത്തിൽ ക്യാപ്സിക്കം നന്നായിട്ട് മുങ്ങിയിരിക്കണം. നമ്മൾ വിനാഗിരി ചേർത്ത വെള്ളമാണ്. നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് കുതിർത്താൻ വയ്ക്കണം. അതിനുശേഷം ഞാനിതാ വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറോട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്രിസ്പിനെസ് ആയിരിക്കും, ഒരു കോട്ടിംഗ് ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സ്വല്പം നാരങ്ങാനീരാണ്. നാരങ്ങാനീരിപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നാരങ്ങാനീരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാനീരും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. വിനാഗിരി ചേർത്ത വെള്ളത്തിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാപ്സിക്കം ഊറ്റിയെടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാക്സിമം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസ് കണ്ടൻസ് ഒക്കെ അധികം നഷ്ടപ്പെടും. ശരിക്കും നമുക്ക് ഈ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇത് ക്യാപ്സിക്കം കറി വെച്ചോ അല്ല ആവിക്ക് വെച്ചോ ഒക്കെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ക്യാപ്സിക്കം കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇനി നമുക്കിത് വേവുന്നതിനനുസരിച്ച് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആക്കാത്ത തന്നെ നമുക്ക് ഇതിനോട് കോരിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്.
ഇനിയിപ്പം ഞാനിതാ ക്യാപ്സിക്കം ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവയും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഈ ക്യാപ്സിക്കം ഫ്രൈ ചൂടോടുകൂടി തന്നെ ചോറ് കഴിക്കുക വെച്ചാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടി ഒരു ക്യാപ്സിക്കം ഫ്രൈ മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഫ്രൈ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.